നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അധ്യയനം ആരംഭിച്ചിട്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകാതെ മൂവാറ്റുപുഴ ടൗൺ UP സ്കൂൾ മുറ്റത്ത് കൂട്ടിയിട്ടിരിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ദുരിതമാകുന്നു. സ്കൂൾ അധ്യയനം ആരംഭിച്ചിട്ടും മൂവാറ്റുപുഴ ടൗൺ UP സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായില്ല. ടെൻഡർ നടപടി പൂർത്തിയാക്കി ഒരു മാസം മുൻപ് നിർമ്മാണം ആരംഭിച്ചതിനാൽ വിദ്യാർത്ഥികൾ പരിമിത സൗകര്യങ്ങളിൽ അധ്യയനം നടത്തേണ്ട ഗതികേടിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ അപകട സാധ്യതയുമുണ്ട്. സ്കൂൾ മുറ്റത്ത് നിർമ്മാണ സാമഗ്രികളും മറ്റും കൂട്ടിയിട്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ദുരിതമാകുന്നുണ്ട്. ശതാബ്ദി പിന്നിട്ട മൂവാറ്റുപുഴ ടൗൺ UP സ്കൂൾ കെട്ടിടത്തിന് ബലക്ഷ്യം സംഭവിച്ചതിനാലാണ് 1975 നിർമ്മിച്ച കെട്ടിടം ബലപ്പെടുത്തി നവീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ 50% പോലും നവീകരണ പ്രവൃത്തി നടന്നിട്ടില്ല. നഗരസഭയുടെ 40 ലക്ഷം രൂപ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിയാണ് സ്കൂൾ കെട്ടിടം നവീകരിക്കുന്നത്. സെപ്റ്റംബറിലാണ് കരാർ കാലാവധി അവസാനിക്കുന്നതെന്നും ഒരു മാസം മുൻപാണ് നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചതെന്നും പഴയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര പൊളിച്ചു മാറ്റേണ്ടി വന്നതിനാൽ നിർമ്മാണത്തിൽ താമസം നേരിട്ടെന്നും കോൺട്രാക്ടർ രാജൻ പറഞ്ഞു. മാർച്ച് 28-ാം തീയതിയാണ് ടെൻഡർ ഇട്ടത്. അപ്പോൾ ഒരു മാസം മുമ്പേ AIC പറഞ്ഞു എൻ്റെ അടുത്ത് പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ എഗ്രിമെൻ്റ് വെച്ച് 3-4 ആഴ്ചയുള്ളൂ എഗ്രിമെൻ്റ് വെച്ച്. അതിന് മുമ്പേ ഒരു മാസം മുമ്പ് ഞാൻ പണി തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടാണ് ഞാൻ പണിതുകൊണ്ട് പോകാം. പണി ഞാൻ നിർത്തിയിട്ടില്ല. ഒരു ഞായറാഴ്ച വരെ ഞാനിവിടെ ഈ ടീച്ചർമാർക്ക് എല്ലാവർക്കും ഇതറിയാം. 6 മാസം നമുക്ക് കാലാവധിയുണ്ട് പണിയുടെ. നമുക്ക് പൂർത്തിയാക്കുന്ന സമയം അതിന് മുമ്പേ പണി തുടങ്ങി. ഒരു മാസം മുമ്പേ ഞാൻ പണി തുടങ്ങി. എഗ്രിമെന്റ് വെച്ചിട്ടില്ല. അതിന് മുമ്പേ ഞാൻ പണി തുടങ്ങി. AIC എൻ്റെ അടുത്ത് പറഞ്ഞു പണി പൂർത്തിയാക്കേണ്ടത് 6 മാസം ഉണ്ടായി. നിലവിൽ ഓഫീസ് മന്ദിരവും ചെറിയ കെട്ടിടവും മാത്രമാണ് ഉപയോഗ്യമായിട്ടുള്ളത്. ഇവിടെയാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. സമീപത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കുട്ടികൾക്ക് നിലവിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ ന്യൂസിന്റെ ഭാഗമാകാൻ മൂവാറ്റുപുഴയിലെ ജനപ്രതിനിധികളായ ഞങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച് നമസ്കാരം പകുതി വില തട്ടിപ്പ് നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിൽ നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുപുഴ ന്യൂസിലൂടെ ജനങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മൂവാറ്റുപുഴയുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിക്കുന്ന News@18. ഇനി വാർത്താ അവതാരികയാകാൻ ഞാനും ഞാനും